ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നത് എളുപ്പത്തിലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, പുഡിംഗ് റെസിപ്പിയാണ്. ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ പുഡിംഗ്. ഇതുവരെ ഉണ്ടാക്കാത്ത ആൾക്ക് വരെ ഇത് എളുപ്പത്തിലായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ. ഇതിനാവശ്യമുള്ള ചേരുവകളൊക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. അതിനു മുന്നേ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും ചെയ്യുക. ഈ പുഡിങ്ങിനായിട്ട് ഞാൻ എടുത്തത് 1.5 കപ്പ് തേങ്ങയാണ്. അതിലേക്ക് 1/2 കപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് 2 കപ്പ് പാലെടുത്ത്, പിന്നെ 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ചൈന ഗ്രാസും, അതുപോലെ തന്നെ 1 കപ്പ് കൗ മിൽക്കുമാണ് എടുത്തത്, പിന്നെ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും. ഇനി ഞാനിത് തേങ്ങാപ്പാൽ എടുത്ത് വെക്കാം. അതുപോലെ തന്നെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനും വെക്കുകയാണ്. ചൈന ഗ്രാസ് ഞാൻ ഡബിൾ ബോയിൽ ചെയ്തിട്ടല്ല മെൽറ്റ് ചെയ്യുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അത് തിളപ്പിച്ച് ചൈന ഗ്രാസ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിലിട്ടിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്ത് മെൽറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ആ 1 കപ്പ് പശുവിൻ പാൽ ഞാൻ ഇവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് കിട്ടിയാൽ എടുത്തു വെച്ച മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മിൽക്ക് മെയ്ഡാണ് ഞാൻ എടുത്തത്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും പ്രശ്നമില്ല, അതിനനുസരിച്ചുള്ള പഞ്ചസാര കൂടി നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1/4 കപ്പ് മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ 1/4 കപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് പഞ്ചസാര എടുക്കുന്നില്ല, അതും കൂടി എടുക്കുന്നുണ്ട് മധുരത്തിനായിട്ട്. നിങ്ങൾ മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നില്ലെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് പഞ്ചസാര. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിൽക്ക് മെയ്ഡും പാലും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെൽറ്റ് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും മെൽറ്റ് ആയിട്ടില്ല എന്ന്. ഇത് തിളച്ച പാലിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. മെൽറ്റ് ആവാത്തതൊക്കെ ഇപ്പോൾ ഈ ഒഴിച്ച ടൈമിൽ തന്നെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മെൽറ്റായി കിട്ടുന്നതാണ്. ചൈന ഗ്രാസും കൂടി ഇട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. കട്ടിയുള്ള പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അധികം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണ്ട. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 2 പാത്രത്തിലായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഫ്രിഡ്ജിൽ ഒരു 1-2 മണിക്കൂറൊക്കെ വെച്ച് കൊടുക്കാം. എനിക്ക് 2 മണിക്കൂറാണ് വെക്കേണ്ടി വന്നത്. അതിനുശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗാർണിഷിങ്ങിനായി എന്തും യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ കുതിർത്ത ബദാമല്ല, പച്ച ബദാം എടുത്തിട്ട് ഗ്രേറ്ററിലിട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ മേലെ കൂടി ഇങ്ങനെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. അത് നല്ല ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഈ ഈസി പുഡിംഗ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി വേറൊരു റെസിപ്പിയുമായി കാണുന്നതുവരെ എല്ലാവരോടും ബൈ.